കേന്ദ്രത്തിനെതിരെ ജന്തർ മന്ദറിൽ കേരളത്തിന്റെ പ്രതിഷേധ സമരം തുടരുകയാണ്. കേന്ദ്ര അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി ഇന്നത്തെ ദിനം ഫെഡറലിസത്തിന്റെ ചരിത്രത്തിൽ നിർണായകമാകുമെന്ന് പ്രഖ്യാപിച്ചു. സമരത്തിന് പിന്തുണയുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും എത്തി. കറുപ്പണിഞ്ഞ് DMK മന്ത്രിയും വേദിയിലെത്തിയതോടെ സമരവേദിയിൽ പ്രതിപക്ഷ കക്ഷികളുടെ സാന്നിധ്യം ശക്തമായി. ഓരോ ധനക്കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ്. നേട്ടത്തിന്റെ പേരിൽ വിഹിതം കുറക്കുന്നു. നേട്ടത്തിന് ശിക്ഷ. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു നിങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കാനോ കാണാനോ വന്നതാണോ? अगर केरला के लोगों को उनके हक के फंड नहीं दिए जाएंगे तो काम कैसे चलेगा? सरकार कैसे चलेगी? केरला की सरकार कैसे चलेगी? तमिलनाडु की सरकार कैसे चलेगी? और हम यहाँ भीख मांगने नहीं आए. विजयन साहब यहाँ पे अपने घर के लिए, अपने परिवार के लिए पैसे मांगने नहीं आए. अपने बच्चों के लिए, अपने बीवी बच्चों के लिए पैसे मांगने नहीं आए. वो केरला के लोगों के लिए पैसे मांगने आए आज. സമരവേദിയെ ജന്തർ മന്ദറിൽ നിന്ന് ബി ബാലഗോപാലും അനൂപ് ദാസും ചേരുന്നുണ്ട്. ആദ്യം അനൂപിലേക്കാണ്. അനൂപ്, എത്രത്തോളം പ്രകടമായിരുന്നു കേന്ദ്രത്തിനെതിരായ വികാരം ഈ സമരത്തിൽ? അതിശക്തമായ പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഈ സമര പരിപാടിയെ വിലയിരുത്തേണ്ടിയും അടയാളപ്പെടുത്തേണ്ടിയും വരും. കാരണം കഴിഞ്ഞ ഒരു NDA സർക്കാരിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് 10 വർഷക്കാലം നമ്മൾ എടുത്തു നോക്കിയാൽ സർക്കാരിനെതിരെ ഇത്രയധികം രോഷം ഉയർന്ന ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന്റെ സമരം ഡൽഹിയിൽ നടന്നിട്ടില്ല. ഇവിടുന്ന് ഏതാണ്ട് 400 മീറ്റർ അപ്പുറത്തുള്ള കേരള ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടന്നിവിടേക്ക് വന്ന് സമരം ആരംഭിച്ച് കഴിഞ്ഞാണ് പല പാർട്ടികളും, ആം ആദ്മി പാർട്ടികളിൽ നിന്ന്, ഒപ്പം തന്നെ മറ്റ് ഫാറൂഖ് അബ്ദുള്ള, വിടുതല സിരിത കക്ഷി തുടങ്ങി മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പിന്തുണയുമായ ആളുകൾ എത്തിയത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളിന്റെയും ഭഗവത് മന്നിന്റെയും വരവാണ്. ഇന്ത്യ സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ആ സഖ്യത്തിന് ഒത്തൊരുമയോടുകൂടി ഒരു വലിയ പരിപാടി നടത്താൻ ഡൽഹിയിലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് സർക്കാർ ഇവിടെ എത്തി സമരം നടത്തുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കണ്ടാൽ ഡൽഹിയിലെയും ഡൽഹിക്ക് സമീപത്തെയും സംസ്ഥാനങ്ങളുടെ CPM പ്രവർത്തകരാണ്. ഇങ്ങനെ വലിയ പ്ലാനോട് കൂടിയ ഒരു സമരമായിരുന്നു. എന്തായാലും ഈ സമരം ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എനിക്കിപ്പം ബാലഗോപാൽ കൂടിയുണ്ട്. സമരം ദേശീയ തലത്തിൽ ചർച്ചയാവുന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും ഫെഡറലിസം സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം സംസ്ഥാനങ്ങൾക്കുള്ള അർഹമായ വിഹിതം കിട്ടുന്നില്ല, ഈ ഫെഡറൽ സംവിധാനത്തിനെ തകർക്കുന്നു തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച ഒരു പുതിയ ഒരു സമരമുഖം തോർക്കാൻ വേണ്ടി ഈ സമരത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അനൂപ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ കാര്യം പറഞ്ഞു, സുപ്രധാനമായ 2 കക്ഷികളുടെ അസാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കോൺഗ്രസിന്റെയും, 2 തൃണമൂൽ കോൺഗ്രസിന്റെയും. തൃണമൂൽ കോൺഗ്രസ് സ്വാഭാവികമായും CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്റെ ഇത്തരത്തിൽ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് പരിമിതികളുണ്ടാകും. പക്ഷെ കോൺഗ്രസിന്റെ അസാന്നിധ്യം ഇവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും കൂടെ ഈ വിഷയത്തിലെങ്കിൽ പോലും ഈ സർക്കാരിനെതിരെ യോജിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാള് വളരെ വിശദമായി സംസാരിച്ചു. പക്ഷെ കെജ്രിവാള് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. കേരളത്തിന്റേത്, തമിഴ്നാടിന്റേത്, പഞ്ചാബിന്റേത്, ഡൽഹിയുടേത്, ബംഗാളിന്റേത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ചും ഒരു വാക്ക് പോലും കെജ്രിവാൾ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തില് എന്തോ ചില ഈ കോൺഗ്രസ് ഇവിടെ പങ്കെടുക്കാത്തതിൽ കെജ്രിവാൾ പോലും അതൃപ്തി പ്രകടിപ്പിക്കുന്നത് നമുക്ക് ആ പ്രസംഗത്തിൽ കാണാം. അനൂപ് പറഞ്ഞതിന് കൂട്ടുവായിക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമതാ ബാനർജി ഈ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ, അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കൊക്കെ ഒരു സജീവമായ നീക്കം നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ ഉണ്ടായേക്കാം. പക്ഷെ ഇതിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനം, അത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഗവർണർ താമസിക്കുന്ന നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ കേരള ഹൗസിൽ നിന്നാണ് ഇവർ വന്നത്. കേരള ഹൗസിൽ പിണറായി വിജയന്റെ മുറിയുടെ നേരെ എതിർ മുറിയിലാണ് ഗവർണർ ഉള്ളത്. ഗവർണർക്ക് ഒരുപക്ഷെ ഈ പ്രസംഗം തന്നെ ഇവിടെ നിന്ന് അവിടെ കേൾക്കാവുന്നുള്ള അത്ര ദൂരമാണ്. കാരണം കേരള ഹൗസ് അധികം ദൂരമല്ല. അപ്പോൾ ഗവർണർക്കെതിരെ ഇത്രയും ഒരു വളരെ ശക്തമായ ഒരു വിമർശനം ഗവർണർക്ക് കേൾക്കാവുന്നുള്ള ദൂരത്ത് നിന്ന് പിണറായി വിജയൻ നടത്തിയത് എന്നതും വളരെ പ്രസക്തമായ ഒരു കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതായത് ഈ സമരം ഇന്നലെ ഇവിടെ ഒരു സമരം നടന്നിരുന്നു. ഇന്നലെ നടന്ന സമരം കർണാടകയുടെ സമരമാണ്.
ആ സമരം പക്ഷേ ചെറിയൊരു പന്തൽ കെട്ടി മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വന്നിരുന്ന് സമരം നടത്തി 2 മണിക്കൂർ കൊണ്ട് പോയി. പക്ഷെ ഇന്ന് സമരത്തിന്റെ രീതി അതല്ല. സമരത്തിന് ആള് കൂടിയിട്ടുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള പിന്തുണയുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്തുണയുണ്ട്. അതുകൊണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ സമരമായി അടയാളപ്പെടുത്താൻ പോകുന്നു. അങ്ങനെ വേണമെങ്കിൽ അടയാളപ്പെടുത്താം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് തമിഴ്നാട്ടിൽ 40 സീറ്റ്, കേരളത്തിൽ 20 സീറ്റ്, ഡൽഹിയിൽ 7 സീറ്റ്, പഞ്ചാബിൽ ഒരു 20-22 സീറ്റ്, ഇത്രയും സീറ്റുകൾ മാത്രമുള്ള ഒരു ഇത്. പിന്നെ ജമ്മു കാശ്മീരിൽ 4 സീറ്റോ 5 സീറ്റോ ഉള്ള ഒരു ചെറിയൊരു പ്രദേശമാണ്. ഒരു ഇന്ത്യയുടെ ഒരു സീറ്റിനപ്പുറത്ത് ഐക്യം, അതിൽ പക്ഷേ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെ അസാന്നിധ്യം അതിലൊരു വലിയ ഘടകം തന്നെയാണ്. എന്തായാലും സമരം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് വിലയിരുത്താം നമുക്ക് ഈ ഘട്ടത്തിൽ.